يتق الله يجعل له من أمره يسرا. ആരെങ്കിലും അല്ലാഹുവിനെ വേണ്ടതുപോലെ സൂക്ഷിച്ചാൽ, നമ്മളൊക്കെ അല്ലാഹു ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടതൊക്കെ അല്ലാഹു തന്നിട്ടുണ്ട്. ചിലർക്ക് വാരിക്കോരി കൊടുത്തിട്ടുണ്ട്, ചിലർക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ട്, ചിലർക്ക് വളരെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പരീക്ഷണം. കുറച്ച് കൊടുത്തത് പരീക്ഷണമാണ്, കുറച്ചുകൂടി കൂടുതൽ കൊടുത്തത് പരീക്ഷണമാണ്, വാരിക്കോരി കൊടുത്തത് അതിരൂക്ഷമായ പരീക്ഷണമാണ്. പാവപ്പെട്ടവർ ചിന്തിക്കും, അവർക്കത് കൊടുത്ത് എനിക്കത് കിട്ടിയില്ലല്ലോ. ഇല്ല, അല്ലാഹു എന്നെ പരീക്ഷിക്കുകയാണ്. നിന്റെ ഈമാനിന്റെ, വിശ്വാസത്തിന്റെ, അല്ലാഹുവിനോടുള്ള മഹബത്തിന്റെ അളവ് ശരിക്കും നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യജമാനായ റബ്ബ് വാരിക്കോരി കൊടുത്തവന്റെ ഓരോ പ്രവർത്തനങ്ങളും അവനെ അല്ലാഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഈ ദുനിയാവെന്ന് പറയുമ്പോ അത് ഒരുതരം ആസ്വാദകരമായ സംഗതിയാണ്, മധുരമുള്ളതാണ്. നിങ്ങളെ ഈ ദുനിയാവിൽ അല്ലാഹു പ്രതിനിധികളാക്കിയിരിക്കുകയാണ്. നിങ്ങളെ ഈ ദുനിയാവിൽ അല്ലാഹു പ്രതിനിധികളാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് തരുന്നു, കൊട്ടാരം തരുന്നു, ചിലർക്ക് അല്ലാഹു കുടില് കൊടുക്കുന്നു, ചിലർക്ക് അല്ലാഹു മക്കളെ കൊടുക്കുന്നു, ചിലർക്ക് അല്ലാഹു മക്കളെ കൊടുക്കാതിരിക്കുന്നു. അല്ലാഹു നിങ്ങളെ നിരീക്ഷിക്കുകയാണ്. നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത്? ഞാൻ കൊടുത്ത സമ്പത്ത് കൊണ്ട് അവന്റെ മനോഭാവം എങ്ങനെയാണ്? സമ്പത്ത് കൊടുക്കാത്തവന്റെ മനോഭാവം എങ്ങനെയാണ്? എല്ലാം അല്ലാഹു നിരീക്ഷിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഈ ദുനിയാവിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ എന്നെ വേണ്ടതുപോലെ നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ, വേണ്ടതുപോലെ നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ, എന്നെ അല്ലാഹു സൂക്ഷിക്കുന്നത്. ഓരോ സംസാരത്തിലും, ഞാൻ സംസാരിക്കുന്ന ഓരോ സംസാരവും എന്റെ റബ്ബിന് വിരുദ്ധമുള്ളതാണോ? അല്ലാഹു ഇഷ്ടപ്പെടുമോ എന്നൊരു പേടി നമ്മുടെ ഹൃദയത്തിൽ വരണം. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യില്ല? ആവശ്യത്തിന് മാത്രം സംസാരിക്കേണ്ടത് മാത്രമേ സംസാരിക്കുകയുള്ളൂ, സംസാരിക്കേണ്ടത് മാത്രമേ സംസാരിക്കുകയുള്ളൂ. എന്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അവിടെ ഞാൻ എന്ത് ചെയ്യും? എന്റെ റബ്ബ് നിരീക്ഷിച്ചിട്ടുണ്ട്. ആരും കാണുന്നില്ലെങ്കിലും അല്ലാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ടല്ലോ എന്ന ചിന്ത വരും. അപ്പൊ അവിടെ സൂക്ഷ്മത വരും. അത് അല്ലാഹുവിനെ സൂക്ഷിക്കലാണ്, അത് അല്ലാഹുവിനെ സൂക്ഷിക്കലാണ്. എന്റെ പെരുമാറ്റങ്ങള്, എന്റെ സഹധർമ്മിണിയോടുള്ള പെരുമാറ്റങ്ങൾ അല്ലാഹു അവളെ എനിക്ക് തന്നതാണ്, എനിക്ക് അല്ലാഹു എന്റെ കയ്യിലേക്ക് തന്നതാണ്. അവളോടുള്ള പെരുമാറ്റമുണ്ടല്ലോ, റബ്ബ് നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. എന്റെ വീട്ടിലെ ഒരു ഹിന്ദുവാവാം എന്നൊരു ഭർത്താക്കന്മാരും വിചാരിക്കേണ്ട, വ്യാമോഹമാണ്, മോഹിക്കേണ്ട വ്യാമോഹമാണ്. ഭർത്താവാകുന്ന നിനക്ക് വലിയ വിവാദത്ത് ചെയ്താലും നീ നെഞ്ചി ദുഃഖം ഒരുപക്ഷെ ധരിച്ചേക്കാം. ഞാൻ വിവാദം രക്ഷപ്പെടാനുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് നീ ധരിച്ചാലും നിന്റെ ഭാര്യയ്ക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിനക്ക് സ്വർഗം പ്രാപിക്കാൻ സാധ്യമല്ല. മറിച്ചും അങ്ങനെയാണ്. തന്റെ ഭർത്താവിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ സ്വർഗം കടക്കാൻ ഭാര്യയ്ക്ക് സാധ്യമല്ല. അതുകൊണ്ട് എന്റെ പൊണ്ടാട്ടിയോടുള്ള പെരുമാറ്റമൊക്കെ നോക്കിക്കണ്ട് വേണം, വളരെ സൂക്ഷിച്ച് വേണം. ഇപ്പൊ ഉപ്പ് കുറഞ്ഞെന്നോ, അല്ലെങ്കിൽ ചോറിനകത്തൊരു മുടി കണ്ടെന്നോ, കഞ്ഞിക്കാത്തൊരു മുടി കണ്ടെന്നോ, കറിച്ചട്ടിക്കാത്തൊരു മുടി കണ്ടെന്നോ വിചാരിച്ചിട്ട് എടുത്തിട്ട് അവരുടെ മോന്തയിലേക്ക് ഒറ്റയേത്. ഇങ്ങനെയുള്ളവൻ ഏറ്റവും വൃത്തിയേട്ടവനാണ്. യാതൊരു സംശയം വേണ്ട. ഇയാൾ ആരുടെ കളി തലക്കരം കാണിക്കുന്നത്? ആരുടെ സ്വന്തം പൊണ്ടാട്ടിയോട് ഈ ചെന്നപ്പോ വെച്ച് വിളമ്പി തന്ന നിന്റെ പൊണ്ടാട്ടിയോട് ഇതേ മുടി കണ്ടപ്പോൾ നിനക്കെല്ലാം നഷ്ടപ്പെട്ടോ? ഇതേ മുടി നെയ്സാണോ? ചിലർക്കൊരു വൈകുണ്ട
ഈ അടുത്തും അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മുടി കണ്ടാൽ പിന്നെ കിട്ടിയോലെ കള്ളനാണ്. ഒരിക്കലുമില്ല. ഈ വിഷയത്തിലൊക്കെ റബ്ബിനെ നീ സൂക്ഷിച്ചുകൊള്ളണം. റബ്ബിനെ സൂക്ഷിച്ചുകൊള്ളണം. അല്ലാഹുവാണ് നിനക്ക് അവരുടെ വാപ്പയുടെ കയ്യിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് നീ നല്ല കബിൽത്തു പറഞ്ഞു മേടിച്ചല്ലോ. അതിനുശേഷം വിചാരിക്കും മക്കളെ വണ്ടാക്കിയാൽ നമുക്ക് എന്തുവാകാം. വിടൂല, അല്ലാഹു വിടുകയില്ല. ഇവിടെയൊക്കെ റബ്ബിനെ ശരിക്ക് സൂക്ഷിക്കണേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. അവളുടെ അടിക്കുന്ന ഘട്ടമെടുത്ത് ഭാര്യ അടിക്കാം. അതിന് കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ അവൾ ജനാബത്തിൽ നിന്ന് അവൾ കുളിച്ചില്ല, അല്ലെങ്കിൽ അവൾ കുളിച്ചില്ല, സമയം കഴിഞ്ഞിട്ട് കുളിക്കാതെ നിൽക്കുന്നു. പറഞ്ഞിട്ട് അവൾ അനുസരിക്കുന്നില്ല. നിയമവിധമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൾ അനുസരിക്കുന്നില്ല. പൊട്ടാത്താടി കൊടുക്കാം. അവൾ നിസ്കരിക്കുന്നില്ല. പറഞ്ഞിട്ട് പൊട്ടാത്താടി കൊടുക്കാം. മുഖത്തടിക്കരുത്. മുഹമ്മദ് മുസ്തഫ മോന്തയ്ക്ക് വെച്ച് കാച്ചി തരും. മോന്തയ്ക്ക് അടിക്കരുത്. ആ കൈക്ക് ഭർത്താവേ, നിന്റെ ഭാര്യയുടെ മോന്തയ്ക്ക് അടിക്കുന്ന പക്ഷം നിന്റെ കൈയാണ് നിന്റെ കുടുംബത്തിൽ ഏറ്റവും പറക്കത്ത് കുറഞ്ഞ ലക്ഷണപ്പെട്ട കൈയെന്ന് മുഹമ്മദ് മുസ്തഫ മണിയുടെ മോന്തയ്ക്ക് അടിച്ചു. മോന്തയ്ക്ക് ഒരു അടിവെടുത്തിട്ട് ഭർത്താവ് ഇയാളുടെ മോന്തയ്ക്കാൻ പറ്റിയ ആരുടെ മുന്നിലാണ് കുടുംബജീവിതം നയിക്കുന്ന കുടുംബത്തിലെ രാജാവായാണ്. എളിഞ്ഞിട്ട് പറയാനും പൊങ്ങച്ച മോന്തയ്ക്ക് അവരുടെ കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും മുഖത്തടിക്കരുത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അടിക്കുന്നതിന് കാരണമുണ്ട്. അടിക്കേണ്ട രീതിയിൽ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകട്ടെ. അല്ലാഹു ഖൈർ നൽകട്ടെ. അവള് ഇല്ലാത്ത ജീവിതം നീ ഓർക്കുന്നു. നിന്റെ സഹധർമ്മി നിന്നോട് വിട്ടുപിരിക്കും. നീ ഏകാന്തയായി ജീവിക്കുന്നത് നീ ഓർത്തുകൊള്ളു. അതുകൊണ്ട് തന്നതാണ്. അവളിലൂടെയാണ് എനിക്ക് മക്കളെ തന്നത്. അവളിലൂടെയാണ് എനിക്ക് മക്കളെ തന്നത്. ഒരു ചിന്ത നിനക്ക് വേണം. അല്ലാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നിന്റെ വ്യക്തി ജീവിതത്തിൽ അല്ലാഹുവിനെ നീ ശരിക്ക് സൂക്ഷിച്ചാൽ, സാമൂഹിക ജീവിതത്തിൽ അല്ലാഹുവിനെ ശരിക്ക് നീ സൂക്ഷിച്ചാൽ, അല്ലാഹു നിനക്ക് തരുന്ന സമ്മാനം എന്തെന്നറിയുമോ? നിന്റെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി തരും. നിന്റെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി തരും. നിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാ? അതെല്ലാം എന്തൊക്കെ നിന്റെ കാര്യങ്ങളുണ്ടോ അതെല്ലാം അല്ലാഹുവിനെ സൂക്ഷിക്കും. ഇതൊക്കെ കാര്യങ്ങളാണ്. മോനെ കൊണ്ട് ഇളയവരെ വീട് വെച്ചു. എന്റെ മോഹങ്ങൾ എനിക്കൊരു വീട് വെച്ച് അവനിക്ക് അവക്കൊരു വീട് വെച്ച് കാണാൻ ആഗ്രഹം. അതേപോലെ ഒരു വാഹനം, എല്ലാവരും വാഹനത്തിൽ എനിക്കൊരു വാഹനം കാണുന്ന ആഗ്രഹം. ഇതൊക്കെ മോഹങ്ങളാണ്. പക്ഷെയെന്ന പറയുകയാണ്, നിന്റെ മോഹങ്ങളുണ്ടല്ലോ, നിന്റെ ആഗ്രഹങ്ങളുണ്ടല്ലോ, നിന്റെ കാര്യങ്ങളുണ്ടല്ലോ, അല്ലാഹുവിനെ നീ സൂക്ഷിക്കുന്നവനാണെങ്കിൽ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവനാണെങ്കിൽ അല്ലാഹു എളുപ്പമാക്കി തരും. നീ പോലും അറിയാതെ എല്ലാം മഹത്താവും. അതിനുള്ള സാഹചര്യങ്ങൾ അല്ലാഹു ഏറ്റെടുക്കും. സമയത്ത് ബോധിപ്പിച്ചു തരും. അത് ഞങ്ങൾ നടപ്പാകും. എന്നിട്ട് ഒരു വേള നീ മറിച്ച് നിന്റെ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ല. ഉടനെ അവിടെ അതിലൊക്കെ 50 ലക്ഷത്തിന്റെ വീട് വെക്കുന്നു. മക്കൾ അവരുടെ മക്കൾ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നതാണ്. ഏറ്റവും പോയിട്ട് വീട്ടപ്പടി എടുക്കുന്നുണ്ട്. പിന്നെ അല്ലാഹുവിന്റെ സൂക്ഷ്മതയ്ക്ക് പോയി. പിന്നെ ഞാൻ പോയിട്ട് വീടിന്റെ അടിയാലകൾ പിടിച്ച് കൊടുക്കത്തെത്തിയ ഓടെടുക്കുക. ഞാൻ പലരോടൊപ്പം മത്സരിക്കുകയാണ്. വീട് പോകും.
അവസാനം കടൽ കയറി മുടിഞ്ഞ് നശിച്ചു പോകും. അല്ലാഹു ഒരു ഹെൽപ്പ് നിനക്ക് ചെയ്യൂല. അല്ലാഹു ഒരു ഹെൽപ്പ് ചെയ്യുകയില്ലെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സൂക്ഷ്മത, പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ, സൂക്ഷ്മത. നമ്മളെ ഭീഷണിയിലാണ്, നമ്മളെ പള്ളികളിൽ ഭീഷണിയിലാണ്. എന്താ മാർഗം? ആയുധം ഒരു മാർഗമാണോ? പല മാർഗമാണോ? ഒന്നുമല്ല. ഇതൊന്നും നമുക്ക് ആരെ കണ്ടോണ്ട് നമുക്ക് ആ രാഷ്ട്രീയമുണ്ട്, ഈ രാഷ്ട്രീയമുണ്ട്, ഇതൊന്നും നമ്മൾ ഞെളിയണ്ട. ഒരു രാഷ്ട്രീയക്കാരുടെ പിന്തുണ കണ്ടോണ്ട് നമ്മൾ ഞെളിയണ്ട. നമ്മൾ ഓരോ ദിവസവും ഇന്ത്യ രാജ്യത്തേക്ക് വെറുപ്പിന്റെ ഭീതിതമായ അവസ്ഥയിലേക്ക് ഈ സമുദായത്തെ വലിച്ചെറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്ന വെറുപ്പ്, വിദ്വേഷം, പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയ, ഇസ്ലാമിനോടുള്ള വിരോധം അടിക്കടി നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2014 ശേഷം നമ്മൾ ഈ സമുദായത്തോടുള്ള, കമ്മ്യൂണിറ്റിയോടുള്ള വെറുപ്പ് അതിന്റെ ദശയിലെത്തിയിട്ട് ഈ സമുദായത്തെ ഒരു സ്വസ്ഥതയില്ലാത്ത ഭീതിതമായ അവസ്ഥയിലേക്കാണ് മുസ്ലിം സമുദായം എടുത്തെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറയും ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല, ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളുടെ കാര്യം കഷ്ടമാണ്. ഞാൻ ചോദിക്കട്ടെ, ന്യൂനപക്ഷങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോ സിഖുകാർ ന്യൂനപക്ഷത്തിൽപ്പെട്ടതാണ്. അവർക്കൊക്കെ പ്രശ്നമാണ്. ബുദ്ധിപരമായി ചിന്തിക്കും. സിഖുകാർ ന്യൂനപക്ഷത്തിൽപ്പെട്ടതാണ്. അവർക്കൊക്കെ പ്രശ്നമാണ്. ഒരു ഭീഷണി അവർക്കില്ല. ജൈനന്മാർ ന്യൂനപക്ഷത്തിൽപ്പെട്ടവരാണ്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈ രാജ്യത്ത് അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇല്ല. പാഴ്സികൾ ന്യൂനപക്ഷത്തിൽപ്പെട്ടവരാണ്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പ്രയാസമുണ്ടോ? നിങ്ങൾ ബുദ്ധിപരമായി ചിന്തിക്കണം. പിന്നീട് ക്രിസ്ത്യാനികൾ അവർ ന്യൂനപക്ഷത്തിൽപ്പെട്ടവരാണ്. അവർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഈ രാജ്യത്തില്ല. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമുദായമാണ്. ആർക്കെങ്കിലും വിശേഷിക്കാൻ പറ്റുമോ? നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനും പുറകെ ഒന്നായി ഈ സമുദായത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർഗീയ ഫാസിസ്റ്റ് ഭരണകൂട ഭീകരവാദികൾ. ഒരു സ്വസ്ഥതയുമില്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് വഖഫ് സ്വത്തുക്കൾ മുഴുവനും വഖഫിന്റെ മേലുള്ള കൈകടത്തലുകൾ. ഈ രാജ്യത്ത് വഖഫ് സ്വത്തുക്കൾ മുഴുവനും അപഹരിക്കാൻ വേണ്ടി മെനഞ്ഞുണ്ടാക്കിയ വൃത്തികെട്ട കഥകളാണ് വഖഫിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വഖഫ് എന്ന് പറയുമ്പോൾ ഈ ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ സംവിധാനമാണ് വഖഫ്. ഒരാള് തന്റെ ഇഹപര വിജയത്തിന്റെ, ആഖിറത്തിലേക്കുള്ള വിജയത്തിന്റെ വിധാനമായിട്ട് ഞാൻ ഇന്നതിന് വേണ്ടി വഖഫ് ചെയ്തു. ഈ പള്ളിക്ക് വേണ്ടി, അല്ലെങ്കിൽ മദ്രസകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സാധുജനങ്ങൾ, അങ്ങനെയൊക്കെ വഖഫുണ്ട്. ആ വഖഫിന്റെ പേരിൽ മന്ത്രിസഭയിലെ രണ്ടാമൻ ജാർഖണ്ഡ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പോയി പറഞ്ഞത് ക്ഷേത്രഭൂമികളും ഹിന്ദുക്കളുടെ ഭൂമികളും എല്ലാം പിടിച്ചു പറഞ്ഞു. ആരാ പറയുന്നത്? ഇന്ത്യ രാജ്യത്തെ രണ്ടാമത്തെ കസേരയിലിരിക്കുന്ന പേരൊന്നും ഞാൻ പറയുന്നില്ല. രണ്ടാമത്തെ കസേരയിലിരിക്കുന്ന ആള്, ഒന്നാമത്തെ കസേരയിലിരിക്കുന്ന ആള് ജാർഖണ്ഡിന്റെ തെരുവോരങ്ങളിൽ ഓടി നടന്നിട്ട് യൂറോപ്പിന്റെയും വിദേശത്തിന്റെ പാടക്കെട്ട് അടിച്ചുവിട്ടത്. അതിൽ ഒരു വാക്കെടുത്ത് അറബിക്കടലിലിട്ടാൽ അറബിക്കടലിൽ മുഴുവൻ കറുത്തു പോകും. ഈ സമുദായത്തെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതിനുശേഷം പിന്നീട് ബാബരി മസ്ജിദ് 4.5 നൂറ്റാണ്ടുകാലം നാടിന് പ്രമാണമർപ്പിച്ച ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമായ ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനമായ ബാബരി മസ്ജിദ് അച്യുതകർക്ക് ധരിപ്പണമാണ്. അതിന്റെ പിന്നിൽ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് നുണകൾ പറഞ്ഞു. ആ നുണ പാസ്സായി. കള്ളം പറയുക എന്നുള്ളത് തീയതി പറഞ്ഞിട്ട് കാര്യമില്ല. കള്ളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ബാബരി ഒളിച്ചു തകർന്നു. അവിടെ ക്ഷേത്രം നിർമ്മിച്ചു. അവിടെ ക്ഷേത്രമൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ ഒരു നിർമ്മിതി നിർമ്മിച്ചു. എല്ലാവരും പറഞ്ഞു അതുകൊണ്ട് തീരുന്നെങ്കിൽ തീരട്ടെ. മുസ്ലിം സമുദായത്തിലെ പലരും പറഞ്ഞു തീരുന്നെങ്കിൽ തീരട്ടെ. പക്ഷേ തീരില്ല. ഇത് തീരാൻ പോകുന്ന വിഷയമല്ല. ഇന്ത്യ രാജ്യത്തെ പ്രബല പള്ളികൾ മുഴുവനും ഇങ്ങനെ നുണകൾ പറഞ്ഞിട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി അജണ്ടകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് നുണ പറയാൻ
പ്രത്യേക ഒരു വിങ്ങിനെ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. നുണ പറയാൻ, ആ നുണയ്ക്ക് സാധുത നൽകാൻ വേറൊരു വിങ്ങിനെ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. ഈ നുണയുമായിട്ട് വരുമ്പോ അതിന് അംഗീകാരം നൽകാൻ കോടതിയിൽ ചില നുണയന്മാരെയും ചില ആളുകളെയും ഇരുത്തിയിട്ടുണ്ട്. അതിന് പിൻബലം നൽകാൻ നിയമപാലകരിൽ വേറെ ആളുകളെ ഇരുത്തിയിട്ടുണ്ട്. അല്ലാത്ത പോക്കാണ്, വല്ലാത്ത പോക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് പ്രണബ് കുമാർ മുഖർജി രാജ്യത്തിന്റെ പ്രസിഡന്റായിരുന്ന രാഷ്ട്രപതിയായിരുന്ന അദ്ദേഹം വിരമിച്ചിട്ട് ഈ രാജ്യത്തോട് പറഞ്ഞിട്ട് പോയ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞു, രാജ്യം പിടിച്ചാൽ അപകടത്തിലേക്ക് പോകുകയാണ്. പ്രണബ് കുമാർ മുഖർജിയോട് പറഞ്ഞു, പോകട്ടെ. അദ്ദേഹത്തിന്റെ കീഴിൽ ഉപരാഷ്ട്രപതിയായിരുന്ന ഹാമിദ് അൻസാരി അദ്ദേഹം പറഞ്ഞു, കാണാത്ത അപകടത്തിലേക്ക് പോകുകയാണ്. ന്യൂനപക്ഷങ്ങളുടെ കാര്യം, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ കാര്യം ഇനി അങ്ങോട്ട് കഷ്ടപ്പാടാണ്. രാജ്യത്തെ രാഷ്ട്രപതി ഭവനിൽ നോക്കിയിട്ട് ഹാമിദ് അൻസാരി അദ്ദേഹം പറഞ്ഞു, ആ പറഞ്ഞത് അക്ഷരങ്ങൾ പിറന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, രാജ്യം അപകടത്തിലേക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം അപകടത്തിലേക്ക് എടുത്തെറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ചോദിക്കാൻ എല്ലാവരും ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല. വിഷയം മുസ്ലിം സമുദായത്തിനാണ് എന്ന്. മുസ്ലിം സമുദായത്തിനാണ് പ്രശ്നമെന്ന് പാർലമെന്റിൽ, മുസ്ലിം സമുദായത്തിനാണ് പ്രശ്നമെന്ന് പാർലമെന്റിൽ പറയാൻ എത്ര പേര് അവിടെയാണ്. ന്യൂനപക്ഷത്തിന് പ്രത്യേകിച്ചുള്ള വിഷയങ്ങളൊന്നുമില്ല. വിഷയം മുഴുവൻ മാർക്കാണ് മുസ്ലിം ചിന്തിക്കണം. മുസ്ലിമിനാണ് എന്തിനധികം സമുദായത്തോടുള്ള വെറുപ്പ് അതിന്റെ മൂർധന്യ ദിശയിലെത്തിയപ്പോൾ ഗവൺമെന്റ് സംവിധാനത്തിലൂടെ മദ്രസകൾ കൂട്ടണം. മദ്രസ അവിടം വരെ എത്തി. ചിന്തിച്ചു നോക്കൂ, രാജ്യത്ത് മദ്രസ ഇനി വേണ്ട. മദ്രസകൾ മുഴുവൻ കൂട്ടണം, ഓടുകൾ മുഴുവൻ പിരിച്ചുവിടണം. ആരാ പറയുന്നത്? ദേശീയ ബാലാവകാശ കമ്മീഷൻ, NCPC, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് ചൈൽഡ് റൈറ്റ്സ്. എന്തിനു വേണ്ടിയാണ് ഈ സംഘടന രൂപീകരിച്ചത്? രാജ്യത്തെ കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി. ഇത് മാത്രമേ അവർക്ക് കുട്ടിയുള്ളൂ. കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന ബാലാവകാശ കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ. ഒരു സുപ്രഭാതത്തിൽ അതിന്റെ തലപ്പത്തിരിക്കുന്ന കിഴങ്ങൻ പറയുകയാണ്, മുഴുവൻ അടച്ചിട്ടുണ്ടാകാം, അവിടെ പോകുന്നതിരിയാണ്. നാഗ്പൂരിൽ നിന്ന് എഴുതി കൊടുത്തത് ഇയാളുകൾ ഓടി തുടങ്ങി കിഴങ്ങൻ പത്രക്കാരുടെ വലിയ പ്രശ്നങ്ങളുണ്ടായി. അവസാനം സുപ്രീം കോടതി ഇടപെട്ടു. ഭരണഘടനയുടെ അന്തസ്സോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കിഴങ്ങനെ ബോധ്യപ്പെടുത്തി. ചിന്തിച്ചു നോക്കൂ, എത്ര വിഷയങ്ങൾ ഈ ബാലാവകാശ കമ്മീഷനിലൂടെ പറയാനുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏതൊക്കെ എത്ര രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ 10,000 മക്കൾ അവർക്ക് കിട്ടേണ്ട വിദ്യാഭ്യാസം 14 വയസ്സ് വരെ നിർബന്ധിതമായി കിട്ടേണ്ട സൗജന്യ വിദ്യാഭ്യാസം അതുപോലും ലഭിക്കാതെ ലക്ഷക്കണക്കിന് കുട്ടികൾ ഹോട്ടലുകളിലും മറ്റുമൊക്കെ പാത്രം കഴുകാനും മറ്റുമൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ച് ചർച്ചയുണ്ടോ? NCPC ചർച്ചയുണ്ടോ? പോകട്ടെ. മണിപ്പൂരിന്റെ തെരുവോരങ്ങളിൽ കുട്ടികളിൽ നിന്നും, പാവപ്പെട്ട കുട്ടികളിൽ നിന്നും, വ്യക്തികളിൽ നിന്നും നിരവധി കുഞ്ഞുമക്കൾ വാഴ വെട്ടി കളയുന്നത് പോലെ, വാഴ വെട്ടിയിരുന്നത് പോലെ വെട്ടിയിട്ടത്. ഇയാൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടായില്ല? പോകട്ടെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് കുട്ടികളുടെ ക്ഷേമത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടനയാണ്. ആ സംഘടന ഈ കിഴങ്ങന്റെ കയ്യിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, പോഷകാഹാരക്കുറവ് കൊണ്ട് നേരിടുന്ന പ്രയാസങ്ങൾ, നിരവധി കുട്ടികൾ മരിച്ചു പോകുന്ന അവസ്ഥകൾ ഈ കിഴങ്ങിനോട് പറഞ്ഞിട്ടുണ്ട്. ഏത് കിഴങ്ങിനോട്? നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് ചൈൽഡ് റൈറ്റ്സിന്റെ തലപ്പത്തിരിക്കുന്നതിനോട്. അതിനെക്കുറിച്ചൊന്നും ഇയാൾക്ക് ചർച്ചയിൽ ഇയാൾക്ക് അപ്പഴി ചർച്ച മദ്രസ കൊടുക്കും. ഇയാൾക്ക് മദ്രസയാണ് ചോദ്യം. എവിടുന്നാണോ ഈ നിങ്ങൾ ചിന്തിക്കും. വല്ലാത്ത അവസ്ഥയിലേക്ക് പറയാൻ സമയമില്ല. അതുകൊണ്ട് മുസ്ലിമെ ജാഗ്രതയോടെ പ്രവർത്തിച്ചോ. ഓരോ പള്ളിയും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അജ്മീർ പിടികൊടുക്കിയിരിക്കുകയാണ്. അജ്മീർ ശിവക്ഷേത്രമായി ഹർജി കൊടുക്കുന്നു. ബന്ധത്തിനോട് പറയുന്നു,
പൂർത്തീകരിക്കാൻ എങ്ങനെ ശ്രദ്ധിച്ചു? എല്ലാം ജാഗ്രതയോടാണ് സംഘ പരിവാരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ സമുദായമേ ജാഗ്രതയോടെ പ്രവർത്തിക്കുക, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ രാജ്യം ദുർസഹതയാണ്. നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടനയുടെ 25 വർഷം നമ്മളെയൊക്കെ ഒരുമിച്ച് നിർത്തുന്ന നമ്മുടെ രാഷ്ട്രത്തിന്റെ മഹത്തായ കോൺസ്റ്റിറ്റ്യൂഷൻ 75 വാർഷികം ആഘോഷിക്കുമ്പോൾ രാജ്യത്തിന്റെ സെക്യുലറിസം ഇതൊക്കെ എടുത്ത് കളയണമെന്ന് പറഞ്ഞു വേറെ എന്താ ഈ രാജ്യം ആലോചിച്ചു നോക്കുന്നു. അതുകൊണ്ട് വളരെ ഭീഷണിയിലൂടെയാണ് ഈ സമുദായം, വേറെ ന്യൂനപക്ഷങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഈ സമുദായം കടന്നു പോകുന്നത്. നമുക്ക് പരിഹാരം ഒന്നേ ഉള്ളൂ, നമ്മൾ മുസ്ലിമായി ജീവിക്കുക. നമ്മുടെ കല്യാണങ്ങളിലൊക്കെ പോകിത്തരമൊക്കെ നമ്മൾ മാറ്റിവെക്കുക. ഒരു കല്യാണത്തിന്റെ പേര് കാട്ടിക്കൂടുന്ന നെറികേടുകൾ, വൃത്തികേടുകൾ എന്തൊക്കെയാണ് മുസ്ലിം? ഒരു പന്തലൊക്കെ വിളിച്ചിട്ട് അവിടെ കാട്ടി ആണും പെണ്ണും ഡാൻസ് ഡിസ്കോയും മഹത്തായ സുഹൃത്താക്കുന്ന കല്യാണത്തിന് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ സഹിക്കാൻ പറ്റുന്ന വേദന എന്താ പറയുന്നത്? എന്നിട്ട് ഇങ്ങനെയുള്ള മുസ്ലിം സമുദായത്തെ ആരെ സംരക്ഷിക്കാനാണ്? അള്ളാഹു കൈവിടും. നമ്മൾ എന്നിട്ട് നമ്മളുള്ള പ്രശ്നങ്ങൾ പറയുക, ഇത് മാത്രമേ പരിഹാരമുള്ളൂ. എന്റെ സമുദായത്തോട് ഓർമ്മപ്പെടുത്തി ഞാൻ താങ്കൾ കുട്ടികൾ പറയുന്ന കാര്യം എന്റെ കുട്ടിയാണ്. ചിലതൊക്കെ കാണുന്നുണ്ടോ പറയുന്നത്? പറഞ്ഞേ പറ്റും. ഭക്ഷണം കഴിച്ചിട്ട് ഞാനെന്തിനോട് മുസ്ലിയാകാണ്ടിരിക്കണം? ഇത്യാദി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എല്ലാവരും ഓർമ്മപ്പെടുത്തി ഞാൻ വിരമിക്കുന്നു.